നമുക്കറിയാം, രണ്ട് കാര്യങ്ങളാണ് പ്രപഞ്ചത്തിന്റെ ആധാരം എന്ന് നമ്മൾ പറയുന്നത്. ഒന്ന് ദ്രവ്യം, മറ്റത് ഊർജം. ഇപ്പോ ദ്രവ്യവും ഊർജവും രണ്ട് പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് നമുക്ക് പറയാം. അതിൽ ഊർജോൽപാദനം എന്ന് പറയുന്നത് വളരെ പരമപ്രധാനമായ സംഗതിയാണ്. ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുക അല്ലെങ്കിൽ ഊർജം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിനകത്ത് ആദ്യമായിട്ട് ഈ ഊർജ ഉപയോഗം എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ഭാഗം പറയുന്നത്. നമുക്കറിയാം, ആദിമ മനുഷ്യൻ ആദ്യം തീ എന്ന് പറയുന്ന ഒരു സംഗതി കണ്ടുപിടിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച ഊർജ സ്രോതസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ആ തീയിൽ നിന്ന് അല്ലെങ്കിൽ കല്ലുകൾ ഉരച്ച് തീ ഉണ്ടാക്കി, അല്ലെങ്കിൽ മുള ഉരച്ച് തീ ഉണ്ടാക്കി, ആ തീ ഉപയോഗിച്ച് പല കാര്യങ്ങളും അവൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ മൃഗങ്ങളെ മെരുക്കിയെടുത്തു. മൃഗങ്ങളെ മെരുക്കിയെടുത്ത് ആ മൃഗങ്ങളുടെ പുറത്ത് കയറി സഞ്ചരിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ ഊർജമാണ്. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഊർജം ഉൽപ്പാദിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുവാൻ, അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുവാൻ വേണ്ടി മൃഗങ്ങളെ മെരുക്കിയെടുത്ത് അതിന്റെ പുറത്ത് കയറി സഞ്ചരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ചക്രം എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കപ്പെടുന്നത്. അങ്ങനെ ചക്രവണ്ടികൾ, കാള, അതുപോലെ കുതിര, അങ്ങനെയുള്ള മൃഗങ്ങളെ വെച്ചുകൊണ്ടുള്ള വണ്ടികൾ ഉപയോഗത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ തീവണ്ടി എന്ന് പറഞ്ഞാൽ ആവിയന്ത്രമാണ് ആദ്യം കണ്ടുപിടിച്ചത്. ആവിയന്ത്രത്തിന്റെ ഒരു ഫിഗറാണ്, അല്ലെങ്കിൽ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമായി ഉണ്ടാക്കിയ ആവിയന്ത്രമാണ് ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാളവണ്ടി, നമ്മൾ മുമ്പ് ഉപയോഗിച്ചിരുന്ന കാളവണ്ടി, അത് കഴിഞ്ഞിട്ട് ആവിയന്ത്രത്തിലേക്ക് പോയി. ഈ ആവിയന്ത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്രോള്, ഡീസൽ മുതലായവ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന വണ്ടികൾ ഉണ്ടായി. ഇപ്പോൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ആയി തുടങ്ങി. ഇതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ആധാരം എന്ന് പറയുന്നത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ, അല്ലെങ്കിൽ പുനരുപയോഗ ഊർജ ഉൽപാദനം. അപ്പോ എന്താണ് ഈ പുനരുപയോഗ ഊർജ ഉൽപാദനം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പരമ്പരാഗത ഊർജ സ്രോതസ്സുകളെ ഒന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ വയ്യ. അതായത് നമ്മൾ പരമ്പരാഗതമായി ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നതാണ് പരമ്പരാഗതമായി ഉണ്ടായിരുന്ന ഊർജ സ്രോതസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ കാണിച്ചിരിക്കുന്ന കൽക്കരി, ഇവിടെ കൽക്കരിയുടെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ആ കൽക്കരി കത്തിച്ച് ആ കൽക്കരിയിൽ നിന്നുണ്ടാകുന്ന തീ ഉപയോഗിച്ച് ആവി ഉണ്ടാക്കി അങ്ങനെ ഊർജം ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എണ്ണ. ഇപ്പൊ പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എണ്ണപ്പാടങ്ങൾ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ എണ്ണപ്പാടങ്ങൾ, അതിൽ നിന്ന് പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അത് ഉപയോഗിച്ച് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ പ്രകൃതിവാതകം, ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രകൃതിവാതകം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വാതകം, പാചകവാതകം, അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകൾ. അതുപോലെ തന്നെ ആണവ നിലയങ്ങൾ. ഇത്രയുമാണ് പരമ്പരാഗതമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഊർജ സ്രോതസ്സുകൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകൾ. ഇതിന്റെ എല്ലാം കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ സ്രോതസ് നമ്മൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഫോസിൽ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും വരുന്ന എല്ലാ ഊർജ നിർമ്മാണവും ഈ ഫോസിൽ കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആണവ നിലയങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന അങ്ങനെയുള്ള ചില പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ യുറേനിയം എന്ന് പറയുന്ന അങ്ങനെയുള്ളതിന്റെ എല്ലാം ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഊർജ സ്രോതസ്സുകൾ
കൂടുതൽ നാള് നിൽക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ആ ഒരു അവസ്ഥയിൽ നിന്നാണ് പുനർനിർമ്മിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളുടെ ഒരു തോന്നൽ മനുഷ്യന് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഇത് വറ്റിപ്പോകാതിരിക്കുക, അല്ലെങ്കിൽ തീർന്നു പോകാതിരിക്കുക എന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടായതിൽ നിന്നാണ് അങ്ങനെയുള്ള ഊർജ സ്രോതസ്സുകളെ പറ്റി ചിന്തിക്കണം എന്ന് മനുഷ്യന് തോന്നി വരും. അങ്ങനെ പുനരുപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പുനർനിർമ്മിക്കാവുന്ന ഊർജം അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിന്റെ പ്രധാനമായ ഭാഗം. അപ്പോൾ നമുക്കറിയാം, ഊർജ സ്രോതസ്സുകൾ, ഈ പുനർനിർമ്മിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഭൂമി, അതുപോലെ ജലം, കാറ്റ് അല്ലെങ്കിൽ വായു, അതുപോലെ ആകാശം, ഇതിനെല്ലാം പൂരകമായിട്ട് ഉള്ള ഒരു ഭാഗമാണ് അഗ്നി എന്ന് പറയുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് പുനർനിർമ്മിക്കാവുന്ന ഊർജ സ്രോതസ്സുകൾ എന്ന് വേണമെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം സംസാരിക്കുന്ന ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഭൗമ താപോർജ്ജം, ജിയോ തെർമൽ എനർജി എന്ന് അതിനെ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ ഊർജ ഉൽപാദനത്തിന്റെ എല്ലാം ഏറ്റവും ആധാരമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇലച്ചക്രം അല്ലെങ്കിൽ ടർബൈൻ, രണ്ട് വൈദ്യുത ജനിത്രം അല്ലെങ്കിൽ ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് ഒരു കാന്തിക മണ്ഡലത്തിൽ ഒരു ചക്രം കറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു ലോഹഭാഗം അനങ്ങുമ്പോൾ അതിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ എല്ലാ ഊർജ ഉൽപാദനത്തിന്റെയും ആധാരമായിട്ടുള്ള കാര്യം. മിക്ക ഊർജ ഉൽപാദനം, ചിലതൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അത് വരുമ്പോൾ ഞാൻ പറയാം. അപ്പൊ ഭൗമ താപോർജ്ജം എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ചിത്രത്തിൽ ഇടതു ഭാഗത്ത് കാണുന്ന ഒരു ഭൗമ താപോർജ്ജ നിലയമാണ്. ആ ഭൗമ താപോർജ്ജ നിലയത്തിൽ എങ്ങനെയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഈ വലതു ഭാഗത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഭൂമിയുടെ ഏറ്റവും അകഭാഗം തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്ന മാഗ്മ എന്ന് പറയുന്ന ഭാഗമാണ്. അതിനു മുകളിൽ അതികഠിനമായ ചൂട്, ഏറ്റവും കൂടുതൽ താപം ഉള്ള പാറകളാണ് ഉള്ളത്. അതിന് മുകളിലായി തിളച്ചു മറിഞ്ഞിരിക്കുന്ന ജലം. ആ ജലത്തിനെയാണ് നമ്മൾ ഭൗമ താപോർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുണ്ടാകുന്ന നീരാവി നേരിട്ട് വന്ന് ഇവിടെയുള്ള ഒരു ഭാഗമുണ്ട്, അതായത് ഈ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്, ഇലച്ചക്രവും വൈദ്യുത ജനിത്രവും ടർബൈനും ജനറേറ്ററും ചേർന്ന ഒരു ഭാഗമാണ്. ഈ ഇലച്ചക്രത്തിനെ പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് ഊർജം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ബാക്കി വരുന്ന നീരാവിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന ജലം വീണ്ടും ഈ ഭാഗത്തേക്ക് വരുന്നു. ഈ ഒരു ചക്രം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഭൗമ താപോർജ്ജം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ ഇവിടെ ഏതൊരു ഊർജ സ്രോതസ്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോകത്തവിടെ അതെങ്ങനെയാണ്, നമ്മുടെ ഭാരതത്തിൽ എങ്ങനെയാണ്, കേരളത്തിൽ എങ്ങനെയാണ്, അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രഭാഷണം ചെയ്തിരിക്കുന്നത്. അപ്പോ ആഗോള ഊർജ വിനിയോഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ 0.1% മാത്രമാണ് ഭൗമ താപോർജ്ജം വിനിയോഗിക്കപ്പെടുന്നത്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ്. അമേരിക്കയിലെ ഗീസേഴ്സ് എന്ന് പറയുന്ന ഒരു ഭൗമ താപോർജ്ജ നിലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ താപോർജ്ജ നിലയം. ഇപ്പൊ താപോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ പർവ്വത നിരകളിലാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ ഭാരതത്തിൽ
പർവ്വത നിരകളുടെ സാന്നിധ്യം ഈ ഭൗമതാപോർജ നിലയങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ പ്രധാനമായും 7 ഉചിതമായ സ്ഥലങ്ങൾ ഈ സർവേയിൽ നിന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 7 സ്ഥലങ്ങളിലും ഭൗമതാപോർജ നിലയങ്ങൾ സ്ഥാപിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 10,000 മെഗാവാട്ട് ഉൽപാദനം ഈ ഭൗമതാപോർജം വഴി ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭൗമതാപോർജ നിലയങ്ങളുടെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഭാരതത്തിൽ ഉള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുക. ആ സ്ഥലങ്ങളിൽ ഭൗമതാപോർജ നിലയങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഭൗമതാപോർജ നിലയങ്ങൾ സ്ഥാപിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ നമുക്കുണ്ട്. ഒന്നാമത്, ഈ ഭൗമതാപോർജ നിലയം സ്ഥാപിക്കുവാൻ നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പർവ്വത നിരകളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഈ അല്ലെങ്കിൽ പാറകൾ കുഴിച്ച് അതിനകത്ത് ദ്വാരമുണ്ടാക്കി ഈ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുന്ന ഒരു സംഗതി നടക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ സ്ഥലം നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഇനി ഇതുപോലെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രവൃത്തികൾ ചെയ്താൽ മാത്രമേ ഒരു നിലയം സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് സ്ഥാപിക്കാനുള്ള ചെലവ് മറ്റൊരു വെല്ലുവിളിയാണ്. അതുപോലെ ഭൂമി തുരന്നാണ് ഇത് ചെയ്യുക. ഈ തുരന്ന് കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ അപകട സാധ്യത അതിനകത്ത് മറ്റൊരു വെല്ലുവിളിയായി നിൽക്കും. അതുപോലെ ഈ പാറ തുരന്ന് നമ്മൾ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അറിയാം, ഇപ്പൊ കിണറുകൾ കുഴിക്കുമ്പോൾ വിഷവാതകങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പല പത്രങ്ങളിലും അല്ലെങ്കിൽ പല ഇതിലും നമ്മൾ കണ്ടതാണ്, ഈയിടെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ വിഷവാതകങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണും. അതുപോലെ ഈ പർവ്വത നിരകളിൽ എത്തിപ്പറ്റുക അല്ലെങ്കിൽ ധ്രുവ പ്രദേശങ്ങളിൽ എത്തിപ്പറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനുയോജ്യമായ സ്ഥലങ്ങളിൽ എത്താനുള്ള ബുദ്ധിമുട്ട് അതിനകത്ത് മറ്റൊരു വെല്ലുവിളിയായി നിലനിൽക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ താപോർജ ഉൽപാദനത്തിന് ആവശ്യം അല്ലെങ്കിൽ ഭൗമ താപോർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് അറിയുവാനുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സാണ് ജൈവ ഇന്ധനം. ഈ ജൈവ ഇന്ധനം നമുക്കെല്ലാം പരിചയം ഉള്ള കാര്യമാണ്. വിറക് കത്തിച്ച് നമുക്ക് അതിൽ നിന്നും തീ ഉണ്ടാക്കി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഒരു ജൈവ ഇന്ധനം ആയിട്ട് നമുക്ക് പരിഗണിക്കാം. അതുപോലെ കരിമ്പ്, ചോളം ഇവയെല്ലാം പ്രധാനമായും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിലയങ്ങൾ ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കരിമ്പ്, ചോളം ഇവയൊക്കെ ഉപയോഗിക്കുന്ന ഫാക്ടറികളിൽ ഇതിൻ്റെയൊക്കെ അവശിഷ്ടം ഉണ്ടാകും. ഈ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഇന്ധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ജൈവ അവശിഷ്ടങ്ങൾ, നമ്മൾ പറയുന്ന നമ്മുടെ ആഹാര അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, അങ്ങനെയുള്ള പല അവശിഷ്ടങ്ങൾ നമ്മൾ ഉപയോഗിച്ച് എനർജി അല്ലെങ്കിൽ ഊർജം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇതെല്ലാം വളരെ ലളിതമായി നമുക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സാധ്യതകളാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജൈവവാതകം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഒരു ഭാഗമാണ്, ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഭാഗത്ത് ഒരു ചെറിയ ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ അവശിഷ്ടങ്ങൾ ഇടുന്നു. ആ അവശിഷ്ടങ്ങൾ ഇവിടെ ഒരു ദഹന ഭാഗം അല്ലെങ്കിൽ ദഹന പ്രക്രിയ നടക്കുന്ന നമ്മുടെ ദഹന പ്രക്രിയ പോലെ തന്നെ ഉള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തേക്ക് ഇതിനെ കൊണ്ടുവരുന്നു. അവിടെ ആ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നടന്നു കഴിയുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വാതകം ഇവിടെ സംഭരിക്കപ്പെടുന്നു.
അതിൽ നിന്നുണ്ടാകുന്ന ബാക്കിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അവശിഷ്ടങ്ങൾ, വീണ്ടും വരുന്ന അവശിഷ്ടങ്ങൾ നമുക്ക് വേറൊരു ഭാഗത്ത് ശേഖരിക്കാൻ സാധിക്കും. അപ്പൊ അടുത്ത സ്ലൈഡിൽ അല്ലെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ 4 തരത്തിൽ, ഇടതു ഭാഗത്ത് 4 തരത്തിലുള്ള അവശിഷ്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ, ചാണകം മുതലായ കാര്യങ്ങൾ, അതുപോലെ ചെടികൾ, അതുപോലെ മലിനജലം, ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം ഈ ജൈവവാതകം ഉണ്ടാക്കുവാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഈ ഒരു ഡൈജസ്റ്റർ എന്ന് പറഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത ഈ ഭാഗത്ത് നമ്മൾ വയ്ക്കുന്നു. അത് ചില രാസപ്രവർത്തനങ്ങളുടെ ഭാഗമായി അതിൽ നിന്നും മീഥേൻ പോലെയുള്ള ഗ്യാസുകൾ അല്ലെങ്കിൽ മീഥേൻ പോലെയുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നു. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. താപം, വൈദ്യുതി, വാഹനങ്ങൾ ഓടിക്കുവാൻ ഉപയോഗിക്കാം, വാഹനങ്ങളുടെ ഇന്ധനമായി ഉപയോഗിക്കാം. അതുപോലെ ഗ്യാസ് കൊണ്ടുണ്ടാക്കുന്ന അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി അത് അതിന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വീണ്ടും വരുന്ന ഭാഗം, അത് ഡൈജസ്റ്റേറ്റ് എന്ന് നമ്മൾ പറയും. അത് രാസവളങ്ങൾ, അതുപോലെ മണ്ണിന് സഹായകമായ അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമായ മണ്ണിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഒരു ജൈവവാതക സിസ്റ്റത്തിന്റെ ഒരു ചിത്രം. അപ്പൊ ഇതാണ് മറ്റൊരു പുനരുപയോഗ ഊർജ സ്രോതസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ പുനർനിർമ്മിക്കാൻ പറ്റുന്ന. അപ്പൊ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും തീരുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു എപ്പോഴും ഇങ്ങനെയുള്ള വേസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ജൈവവാതകം ഉൽപ്പാദിപ്പിക്കുന്ന എന്റെ വീട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്തൂടെ നമുക്ക് ആഹാരത്തിന്റെ വേസ്റ്റും അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റുകളും അങ്ങനെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും ഇവിടെ നമ്മൾ ഇടുന്നു. ഇട്ടതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ഒരു കമ്പ് ഉപയോഗിച്ച് ഇതിനെ കുറേശ്ശെ താഴോട്ട് കൊണ്ടുപോകുന്നു, കുറെ വെള്ളം ഒഴിക്കുന്നു. അത് ഇവിടെ നേരത്തെ കാണിച്ച ഡൈജസ്റ്റർ എന്ന് പറയുന്ന ദഹന പ്രക്രിയ നടക്കുന്ന ഭാഗമാണ്. ഇതിന് മുകളിലിരിക്കുന്ന ഈ ഒരു സിലിണ്ടറാണ്. ഗ്യാസ് അല്ലെങ്കിൽ വാതകം വരുന്നതിനനുസരിച്ച് ഇത് പൊങ്ങിക്കൊണ്ടിരിക്കും. ഈ വാതകം നമുക്ക് ഈ ഒരു ട്യൂബ് വഴി പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു ദിവസം സാധാരണഗതിയിൽ ഒരു മണിക്കൂർ ഒരു അടുപ്പ് കത്തിക്കാൻ ഉള്ള വാതകം ഇതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഊർജ ഉൽപാദന സ്രോതസ്സാണ് അല്ലെങ്കിൽ ഊർജോൽപാദന മേഖലയാണ് തരംഗോർജം അല്ലെങ്കിൽ ടൈഡൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഇലച്ചക്രം സമുദ്രത്തിനടിയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അതിനെ പ്രത്യേകമായി എടുത്ത് ഒരു ഭാഗം മാത്രം കാണിച്ചിരിക്കുന്നു. അപ്പൊ തരംഗം വരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തിരമാലകൾ വരുന്നതിനനുസരിച്ച് ഈ ഇലച്ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ തരംഗോർജത്തിനെ കുറിച്ച് നമ്മൾ പൊതുവിൽ പറയുകയാണെങ്കിൽ ആഗോള ഊർജ വിനിയോഗത്തിന്റെ 0.001% മാത്രമാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത്. ഭാവിയിൽ നമുക്ക് പെട്രോളും ഡീസലും ഒന്നും കിട്ടാതെ വരുമ്പോൾ ഇതിന്റെ വിനിയോഗം കൂടി വരാൻ ഇങ്ങനെയുള്ള നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതയും നമുക്ക് കൂടുതലാണ്. ഇതിൽ തെക്കൻ കൊറിയയാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. ആദ്യമായി ഇങ്ങനെയുള്ള തരംഗോർജ നിലയം റാൻസ് എന്ന് പറയുന്ന ഒരു നിലയമാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലെ ഒരു സ്ഥലത്ത് സ്ഥാപിച്ച 1966 സ്ഥാപിച്ചതാണ് ആദ്യ സംരംഭം തരംഗോർജ നിലയം. തെക്കൻ കൊറിയയിലെ ഷീവ എന്ന് പറയുന്ന ഒരു
നിലയമാണ് ഏറ്റവും വലുത്, ലോകത്തിലെ ഏറ്റവും വലിയ തരംഗോർജ്ജ നിലയം. ഭാരതത്തിലും ഇതിന് സാധ്യതകളുണ്ട്. ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, കേരളം എന്നീ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള തരംഗോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള സാധ്യതകൾ നമുക്കുണ്ട്. കേരളത്തിലാണെങ്കിൽ ഇപ്പൊ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ഓസില്ല പവർ എന്ന് പറയുന്ന ഒരു സംരംഭകർ, അത് അവരുടെ ഒരു നിലയമാണ്, നിലയത്തിന്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓസില്ല പവർ എന്ന് പറയുന്ന ഒരു സംരംഭകർ ഇവിടെ ഇത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തരംഗോർജ്ജം. ഈ തരംഗോർജ്ജത്തിലും പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വെല്ലുവിളികളുണ്ട് സ്ഥാപിക്കുന്നതിന്. ഒന്നാമത്തത് അതിന്റെ ചെലവ് തന്നെയാണ്. അതായത് സമുദ്രത്തിൽ തന്നെയാണ് ഇത് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ചെലവ് ഒരു വലിയൊരു ഭാഗമായി, ഒരു വെല്ലുവിളിയായി നിൽക്കും. അതുപോലെ തന്നെ ഇത് സ്ഥാപിക്കുന്ന സ്ഥലത്ത് നദീമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ നദിയിൽ നിന്നും സമുദ്രത്തിലേക്ക് ജലം ഒഴുകി വരുന്ന ഭാഗം, അതിനാണ് നദീമുഖം എന്ന് പറയുന്നത്. ആ നദീമുഖത്ത് അതിന്റെ സ്വാഭാവിക ഒഴുക്ക് എന്ന് പറഞ്ഞാൽ നദിയുടെ സ്വാഭാവിക ഒഴുക്കിനെ, അല്ലെങ്കിൽ ഈ നദീമുഖത്ത് നിന്നും വെള്ളം സമുദ്രത്തിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു ഒഴുക്കിനെ ഈ തരംഗോർജ്ജ നിലയങ്ങൾ തടസ്സപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ ജലം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ പോലെ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്ത് മാലിന്യങ്ങൾ കൂടുതലായി പ്രത്യക്ഷപ്പെടാം. എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരുപാട് ഇപ്പോ നദിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് കുന്നുകൂടും എന്ന് പറയുമ്പോൾ അവിടെയുള്ള മത്സ്യങ്ങളെയും അതുപോലെ തന്നെ അവിടുത്തെ ഒരു പരിസ്ഥിതിയെയും മൊത്തത്തിൽ അത് ബാധിക്കാം. എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതിക വ്യതിയാനം അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമായി നിലനിൽക്കാം. ഇങ്ങനെ പല വെല്ലുവിളികളും ഈ തരംഗോർജ്ജമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുനരുപയോഗ ഊർജ ഉൽപാദന മാർഗമാണ് ജലവൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജലസേചന പദ്ധതികൾ രണ്ടായി നമുക്ക് തിരിക്കാം. ചെറുകിട ജലസേചന പദ്ധതി എന്നും വൻകിട ജലസേചന പദ്ധതി എന്നും. 25 മെഗാവാട്ട് താഴെയുള്ള വൈദ്യുതി ഉൽപാദനം നടക്കുന്ന പദ്ധതികളെയാണ് ചെറുകിടം എന്ന് പറയുന്നത്. അതിന് മുകളിലുള്ളതിന് വൻകിട ജലസേചന പദ്ധതിയാണ്. ഇതിപ്പോ ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾക്കെല്ലാം അറിയാം. ഇടുക്കി അണക്കെട്ടാണ്. വളരെ സുന്ദരമായ ഒരു അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്. നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന അണക്കെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ജലവൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ലോകത്തിന്റെ മൊത്തത്തിലുള്ള വിനിയോഗം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 17% ജലവൈദ്യുതിയാണ് ഉപയോഗിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അവിടുത്തെ 3 ജോർജസ് എന്ന് പറയുന്ന ഒരു അണക്കെട്ടാണ് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഭാരതം 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. നമ്മളിവിടെ 38% കൂടുതൽ ജലവൈദ്യുതി ആണ് ഉപയോഗിക്കപ്പെടുന്നത്. ഭാരതത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിലെ തേറി എന്ന് പറയുന്ന സ്ഥലത്തെ അവിടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ചൈനയിലെ 3 ജോർജസ് എന്ന് പറയുന്ന അണക്കെട്ടാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ തേറി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആ അണക്കെട്ട്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിലെ തേറി എന്ന് പറയുന്ന അണക്കെട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. താഴത്തെ ചിത്രം ഉത്തരാഖണ്ഡിലെ തേറി അണക്കെട്ടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ഒരു സംസ്ഥാനമാണ്. വളരെ 12 ചെറുകിട പദ്ധതികളും അത്രയും തന്നെ വൻകിട ജലസേചനം, അതിനേക്കാൾ കൂടുതൽ പദ്ധതികൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം. അതിൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി മൊത്തത്തിൽ ഭാരതത്തിലെ ഒരു ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വൻകിട ജലസേചന പദ്ധതികളാണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ഇടുക്കി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇതിനകത്ത് കൂടെ നിൽക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി പദ്ധതിയാണ്. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾ, ജലസേചന പദ്ധതികൾ ഭാരതത്തിൽ എവിടെയൊക്കെയാണ് എന്ന് ആണ് ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ജലവൈദ്യുതിയിലും നമുക്ക് വേണമെങ്കിൽ പല വെല്ലുവിളികളുണ്ട് എന്ന് പറയാം. ഒന്ന്, ഈ അണക്കെട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ നടപ്പിലാക്കാനുള്ള ചെലവ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഇനി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ ആ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇപ്പൊ തന്നെ നമ്മൾ ആതിരപ്പള്ളി പദ്ധതി എന്ന് പറയുന്നത് വളരെയധികം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നതാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാം. അതുപോലെ ഒരു ജലവൈദ്യുത പദ്ധതി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അവിടെയുള്ള പക്ഷികൾ, അവിടെയുള്ള മൃഗങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യർ, ഇവർക്കെല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ അവരുടെ ആവാസ വ്യവസ്ഥയെ മൊത്തത്തിൽ ഇത് ബാധിക്കാം. അതുപോലെ ജൈവ വൈവിധ്യം, വളരെയധികം പക്ഷികളും മൃഗങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ അണക്കെട്ടുകൾ സ്ഥാപിക്കുമ്പോൾ അവയെല്ലാം അവിടെ നിന്ന് മൊത്തത്തിൽ മാറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പൊ അത് ഈ ജലവൈദ്യുത പദ്ധതി സ്ഥാപിക്കുന്ന ഒരു പ്രധാന വെല്ലുവിളിയായി നമുക്ക് കാണാം. അതുപോലെ തന്നെ വളരെ ഭൂയിഷ്ഠമായ ഭൂമിയിലാണ് നമ്മൾ ഈ അണക്കെട്ടുകൾ സ്ഥാപിക്കുക. അങ്ങനെ വരുമ്പോൾ അതും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയായി നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പറയാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ് അല്ലെങ്കിൽ ഊർജോൽപാദന മാർഗമാണ് വാതോർജം അല്ലെങ്കിൽ വിൻഡ് എനർജി. നമുക്കറിയാം, കാറ്റാടിപ്പാടങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് കാറ്റാടിപ്പാടമാണ്. ആ കാറ്റാടിപ്പാടത്ത് ഇങ്ങനെയുള്ള കാറ്റാടികൾ ഒരുപാട് സ്ഥാപിക്കുന്നു. വലിയ വലിയ ഫാനുകൾ അല്ലെങ്കിൽ പങ്കകൾ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാറ്റടിക്കുമ്പോൾ ഈ പങ്കുകൾ തിരിയുന്നതിനനുസരിച്ച് ടർബൈനും അതുപോലെ ജനറേറ്ററും പ്രവർത്തിക്കും. അതിനനുസരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. അതിന്റെ ഒരെണ്ണം മാത്രമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതും ഒരു ഊർജ സ്രോതസ്സായി നമുക്ക് കണക്കാക്കാം. അപ്പൊ ആഗോള ഊർജ വിനിയോഗം നമ്മൾ കണക്കാക്കപ്പെടുമ്പോൾ 0.4% ഈ വാതോർജം ഉപയോഗിക്കപ്പെടുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ പ്രത്യേകിച്ച് ഒരു ഇന്ധനത്തിന്റെ ആവശ്യമില്ല. അതാണ് ഈ കാറ്റാടിപ്പാടങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി അല്ലെങ്കിൽ വാതോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്ന അല്ലെങ്കിൽ രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ്. ചൈനയിലെ ഗാൻസു എന്ന് പറയുന്ന കാറ്റാടിപ്പാടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടം എന്ന് പറയുന്നത് ഈ ഗാൻസു എന്ന് പറയുന്ന കാറ്റാടിപ്പാടമാണ്. ഇതിലും ഭാരതം 5ാം സ്ഥാനത്ത് നിൽക്കുന്നു. 10% വൈദ്യുതി കാറ്റിൽ നിന്നാണ് ഭാരതത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മുപ്പാണ്ടൽ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ കാറ്റാടിപ്പാടം ഏറ്റവും വലിയ ഭാരതത്തിലെ കാറ്റാടിപ്പാടമായിട്ട് നമുക്ക് കണക്കാക്കാം. കേരളത്തിൽ തന്നെ പല കാറ്റാടിപ്പാടങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കഞ്ചിക്കോട്, രാമക്കൽമേട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള കാറ്റാടിപ്പാടങ്ങളാണ്. ഈ കാറ്റാടിപ്പാടങ്ങൾ അല്ലെങ്കിൽ വാതോർജ ഉൽപാദനത്തിലും പല വെല്ലുവിളികൾ നമുക്ക് കാണാം. അതായത് ഇത് പൂർണ്ണമായും കാറ്റിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പൊ കാറ്റില്ലാതെ വന്നാൽ ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം അതിനനുസരിച്ചായിരിക്കും വരിക. എന്ന് പറഞ്ഞാൽ കാറ്റില്ലെങ്കിൽ ഇതിൽ ഉൽപാദനം കുറയുന്നു. അപ്പൊ അത് ഒരു വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അതുപോലെ വലിയ വലിയ പങ്കകളാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷികൾ പറന്നു വരുന്നു. ഇത് വരുന്നതിനനുസരിച്ച് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പക്ഷികൾ പലതും ഇതിനകത്ത് അകപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അപകടം സംഭവിക്കാം. അതുപോലെ വിമാനങ്ങൾക്ക് പോലും അപകടം സംഭവിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ വാതോർജോൽപാദനത്തിൽ നമുക്ക് കാണാം. അതുപോലെ വളരെ കൂടുതൽ ഭൂമി ഇതിനാവശ്യമാണ്. അത് മറ്റൊരു വെല്ലുവിളിയായി കണക്കാക്കാം. അതുപോലെ ഈ പങ്ക കറങ്ങുമ്പോൾ നല്ല ശബ്ദമായിരിക്കും വരിക. അപ്പൊ ഈ ശബ്ദം വളരെ ദൂരെ വരെ ആൾക്കാർക്കൊരു ശബ്ദ മലിനീകരണത്തിന്റെ അവസ്ഥയിലേക്ക് പോകാം. അതുപോലെ കാര്യക്ഷമത കുറവാണ്, എഫിഷ്യൻസി കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തെ കാറ്റ് വരുന്നതിനനുസരിച്ചുള്ള ഉൽപാദനം നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അതിന്റെ ഒരു വ്യത്യാസം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വാതോർജ ഉൽപാദനം
എന്ന ഒരു ഉൽപാദന മാർഗവുമായി ബന്ധപ്പെട്ട വെല്ലുവിളി. ഹലോ പ്രസാദ് സാർ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഊർജ സ്രോതസ്സാണ് സൂര്യൻ. അപ്പൊ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജയകൃഷ്ണൻ ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അതുകൊണ്ട് ഈ ഒരു ഇതിൽ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞത്, നമ്മൾ സൂര്യ പ്രകാശം ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സോളാർ സെല്ല്, സോളാർ പാനൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഒരു കാര്യം ഈ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കേരള സർവകലാശാല 25 വർഷം മുമ്പ് ഇറക്കിയ ഒരു ആർട്ടിക്കിളാണിത്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ്. റെസൊണൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്ര മാസികയിൽ വന്ന, നമ്മൾ ഇവിടുത്തെ തന്നെ അധ്യാപകർ, ഇപ്പോൾ ഇതിനകത്ത് ഗോപചന്ദ്രൻ സാറ് ഓപ്റ്റോ ഇലക്ട്രോണിക്സിലെ എന്റെ സഹപ്രവർത്തകനാണ്. വൈദ്യൻ സാറ് ഊർജ്ജതന്ത്ര വിഭാഗത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ബെന്നി ജോസഫ് എന്ന് പറയുന്നത് അവിടുത്തെ റിസർച്ച് സ്കോളർ ആയിരുന്നു. 25 വർഷം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്നിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി. അന്ന് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വാചകം, "This crisis situation has forced technologists to turn to alternate sources of energy like wind energy, ocean thermal energy and solar energy." എന്ന് പറഞ്ഞാൽ ഈ ഊർജ സാധ്യതകളെ കുറിച്ച് അന്ന് തൊട്ടേ ഇവിടെ ഗവേഷണം നടക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ സൗരോർജത്തെ കുറിച്ച് പറയുമ്പോൾ ആഗോള ഊർജ വിനിയോഗത്തിന്റെ 2% താഴെയാണ് സൗരോർജം ഉപയോഗിക്കപ്പെടുന്നത്. ഭൂമിയിൽ എത്തുന്ന സൗരോർജത്തിന്റെ 10% താഴെ മാത്രമാണ് ഉപയോഗിക്കപ്പെടുന്നത്. ചൈനയാണ് ഇതിലും മുന്നിൽ. ഭാരതത്തിന്റെ സ്ഥാനം 4ാം ഭാഗത്താണ്. തമിഴ്നാട്ടിലും കർണാടകത്തിലും വലിയ സൗരോർജ നിലയങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാജസ്ഥാനിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ ജയകൃഷ്ണൻ പറഞ്ഞിരുന്നു, ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ കൊച്ചി വിമാനത്താവളം പൂർണ്ണമായും സൗരോർജത്തിലാണ്. ഭാരതത്തിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ സ്റ്റേഷൻ, പൊങ്ങിക്കിടക്കുന്ന, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സൗരോർജ നിലയം വയനാട്ടിലെ ബാണാസുര സാഗറിൽ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം ചിത്രങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇടതു ഭാഗത്ത് മുകളിൽ കാണിച്ചിരിക്കുന്നത് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനാണ്. വലതു ഭാഗത്ത് ബാണാസുര സാഗറിൽ സ്ഥാപിച്ചിരിക്കുന്ന സോളാർ നിലയമാണ്. ഇത് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്, അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പാളികളാണ് ഈ കാണുന്നത്. കേരളത്തിൽ ഈ സൗരോർജവുമായി ബന്ധപ്പെട്ട് വളരെ അനന്തമായ സാധ്യതകളാണ്. അവിടെ അഗളി, കഞ്ചിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വളരെയധികം വലിയ വലിയ നിലയങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു പെരുമട്ടി ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതെന്ന് ഇതെല്ലാം ഇങ്ങനെ വായുവിൽ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് എന്താ പ്രയോജനം എന്ന് പറയുന്നതിന് ഒരു ഉത്തരമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് എന്റെ വീടിന് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പാളിയാണ്. ഈ സൗരോർജ പാളിയിൽ നിന്ന് ഒരു ദിവസം 3 മുതൽ 4 യൂണിറ്റ് വരെ എനിക്ക് ലഭിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെ എല്ലാ ഫാനുകളും എല്ലാ വിളക്കുകളും കത്തുന്നത് ഈ സൗരോർജ പാനലിൽ നിന്നുള്ള വൈദ്യുതിയിൽ നിന്നാണ്. അപ്പൊ ഇത് സ്ഥാപിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് പ്രധാനമായും നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഊർജത്തിന്റെ എല്ലാ കുറവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇത് വീട്ടിൽ മാത്രമല്ല, നാട്ടിലും. ഇത് ഞാൻ താമസിക്കുന്ന ഒരു കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മയുടെ സ്ഥലമാണ്. അവിടെ ഇടതു ഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ഒരു സോളാർ അല്ലെങ്കിൽ സൗരോർജ പാളിയാണ്. ഈ സൗരോർജ പാളി, ഇവിടെ ഒരു 1/2 ഏക്കർ വിസ്തൃതിയുള്ള കുളമുണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ കുളത്തിന് ചുറ്റും
10 വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സൗരോർജ പാളിയിൽ നിന്ന് ഈ വേറെ ഒരു ആദ്യം ഇത് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ആകെ ആയത് 25,000 രൂപയാണ്. ഈ 25,000 രൂപ 8 വർഷം മുമ്പ് 25,000 രൂപ മുടക്കിയ ഈ ഭാഗത്ത് ഇപ്പോഴും ഈ പ്രകാശമാനമായ കുട്ടികൾ കളിക്കാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അവിടെ ഉള്ള ഒരു ഷട്ടിൽ കളിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഷട്ടിൽ കോർട്ട് ഉൾപ്പെടെ അവിടെയുണ്ട്. കുട്ടികൾ കളിക്കുന്നു. അതിനുള്ള പ്രകാശം മുഴുവൻ ഒരു സ്റ്റേഡിയം പോലെ തന്നെ നമുക്ക് ലഭിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള വകുപ്പുകൾ നമുക്കുണ്ട്. അതിനുള്ള എന്ത് സഹായം വേണമെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും സമീപിക്കാം. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് നിന്നാൽ ഈ ഉള്ള ഊർജത്തിന്റെ എല്ലാ കുറവുകളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി. ഇനി നമ്മൾ ഇവിടുത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കൂടെ പറയാതെ പോയാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് ഈ ഊർജോത്പാദനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇന്ധന സെൽ, ഫ്യുവൽ സെൽ എന്ന് നമ്മൾ അതിനെ പറയും. ആ ഫ്യുവൽ സെല്ലിന്റെ ഗവേഷണം കാര്യമായി കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഞാനുമായി ബന്ധപ്പെട്ട ഗവേഷണ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു രാസ പ്രക്രിയയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൂടുതലൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഇതിനകത്ത് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, വെള്ളമുണ്ട്. ഈ ഒരു സാധനവും മലിനീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഈ സെല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണത്തിൽ, കഴിഞ്ഞ ദിവസം ജയകൃഷ്ണൻ പറഞ്ഞ ഇതിനകത്ത് ഗ്രീൻ ഹൗസ് എഫക്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു, അപ്പൊ ഓസോൺ പാളി എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള മലിനീകരണം ഇല്ലാത്ത രീതിയിൽ, കാർബൺ ഡൈ ഓക്സൈഡ് വരാത്ത രീതിയിൽ ഉള്ള ഒരു സെല്ലാണ് ഈ ഫ്യുവൽ സെൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഗവേഷണം കാര്യമായി നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സെൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഫ്യുവൽ സെല്ലുകളുണ്ട്, അല്ലെങ്കിൽ ഇന്ധന സെല്ലുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന സെല്ലാണ് ഖര ഓക്സൈഡ് ഇന്ധന സെൽ എന്ന് പറയുന്നത്, സോളിഡ് ഓക്സൈഡ് ഫ്യുവൽ സെൽ എന്ന് പറയും. അതിനകത്ത് ക്ഷമത വളരെ കൂടുതലാണ്, എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ഇത് എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും നിരന്തരമായ ഉപയോഗം നടന്നാലും എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിരന്തരമായി ഉപയോഗിച്ചാലും ഇതിന് കേടുപാടുകൾ സംഭവിക്കില്ല. അതുപോലെ പലതരത്തിലുള്ള ഇന്ധനം നമുക്ക് ഉപയോഗിക്കാം. ഹൈഡ്രജൻ, മീഥേൻ, അങ്ങനെയുള്ള ഗ്യാസ്, ബാക്കിയുള്ള നാച്ചുറൽ ഗ്യാസുകൾ എല്ലാം നമുക്ക് ഇതിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മലിനീകരണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. താപനില, ഉയർന്ന താപനില, അതായത് 600 മുതൽ 800 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപം ഇതിനകത്ത് നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ താപത്തിലാണ് ഇത് പ്രവർത്തിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വീടുകളിലും വാഹനങ്ങളിലും നമുക്ക് ഈ ഖര ഓക്സൈഡ് ഇന്ധന സെൽ, SOFC, സോളിഡ് ഓക്സൈഡ് ഫ്യൂവൽ സെൽ ഉപയോഗിക്കാൻ പറ്റും. അതിന്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനൊന്നും കൂടുതൽ പ്രസക്തിയില്ല, എന്നാലും അതൊരു ചിത്രം കൂടെ വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഹൈഡ്രജൻ, വെള്ളം, ഓക്സിജൻ, ഇവിടുന്ന് ഓക്സിജൻ വരുന്നു, വെളിയിൽ കൂടെ ഇലക്ട്രോൺ നീങ്ങുമ്പോൾ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുക. ഇത് വീട്ടിൽ നമ്മൾ നടത്തുന്ന ഒരു ഇന്ധന സെല്ലിന്റെ ഒരു ഇതാണ്. ഇത് വെച്ച് വീടുകളിൽ നമുക്ക് എന്തറിയാം, ഇത് ഇന്ധന സെല്ല് കൊണ്ട് ഓടുന്ന ഒരു വാഹനമാണ്. FCV ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഫ്യുവൽ സെൽ വെഹിക്കിൾ. ഇങ്ങനെയുള്ള വാഹനങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ താജ്മഹൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുണ്ട്. അതിലെല്ലാം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സെല്ലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒട്ടുമേ അവിടെ മലിനീകരണം ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്തുവാൻ സാധിക്കും. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ്. ഭാരതത്തിൽ ഈ പുനർനിർമ്മിക്കാൻ പറ്റുന്ന ഊർജ സ്രോതസ്സുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു ചിത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പല നിറങ്ങൾ നിങ്ങൾക്ക് കാണാം. ചുമന്ന നിറമുണ്ട്. ആ ചുമന്ന നിറം
എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ഈ പുനർനിർമ്മിക്കാവുന്ന ഊർജം ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 0 മുതൽ 25% വരെ മാത്രം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങളാണ് ചുമന്ന ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളമുണ്ട്. അതിനെ നമുക്ക് മാറ്റിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. 25% മുതൽ 50% വരെ ഉള്ളതാണ് ഈ ചന്ദന നിറത്തിൽ കാണിച്ചിരിക്കുന്നത്. 50 മുതൽ 75% വരെ ഇളം നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നു. 75%-ന് മുകളിലുള്ള ഭാഗമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും അതിനകത്തുണ്ട്. അപ്പോ ഇവര് വളരെ നല്ല രീതിയിൽ 2021 ഇത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. വളരെ നല്ല രീതിയിൽ ഈ പുനരുപയോഗ ഊർജ ഉൽപാദനം നടത്തുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണെന്നുള്ളത് നമുക്കത് പരിഹരിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് വളരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് കേരളത്തിൽ പവർ അല്ലെങ്കിൽ ഊർജ ഉൽപാദനം എത്രത്തോളം എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഭാഗം മുഴുവൻ കാണിച്ചിരിക്കുന്നതെല്ലാം പരമ്പരാഗതമായ കാര്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജമാണ്. ഇത്രയും ഭാഗത്ത് മാത്രം എന്ന് പറഞ്ഞാൽ മഞ്ഞ തുടങ്ങി വരുന്ന ഈ ഭാഗത്ത് മാത്രം നമുക്ക് കണ്ടാൽ അറിയാം കൂടുതലും ജലവൈദ്യുതിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത്. അത് കഴിഞ്ഞാൽ സോളാർ സൗരോർജത്തെ ആശ്രയിക്കുന്നത് 3% മാത്രമാണ്, 3% മാത്രമാണ്. അതുപോലെ കാറ്റിനെ ആശ്രയിക്കുന്നത് 1%. അതുപോലെ നേരത്തെ പറഞ്ഞ ജൈവ ഇന്ധനത്തെ ആശ്രയിക്കുന്നത് 0 എന്ന് പറഞ്ഞാൽ 0 ഏറ്റവും കുറവാണ് എന്ന് പറഞ്ഞാൽ 0.01 അങ്ങനെയൊക്കെ വരുന്ന 0.01 എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി കേരളത്തില് ഇതിനെല്ലാം സഹായിക്കുന്ന ഒരു ഏജൻസി ഉണ്ട്, ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പാരമ്പര്യേതര ഊർജത്തിൽ ഉള്ള പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന കേരള സർക്കാരിന്റെ ഒരു സ്ഥാപനമാണ് അനർട്ട്. അവിടെ പല പദ്ധതികളുണ്ട്. സൗര തേജസ് എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള സൗരോർജ പാളികൾ സ്ഥാപിക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം അവര് സബ്സിഡിയോടുകൂടി പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈദ്യുത കാറുകൾ അതിനുള്ള കാര്യങ്ങള് സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സൗര താപോർജ ഉപകരണങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സോളാർ കുക്കറാണ്. അത് അവര് നല്ല രീതിയിൽ അതിന്റെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കാറ്റാടിപ്പാടങ്ങൾ സ്ഥാപിക്കുന്നുണ്ട് അനർട്ടിന്റെ സഹായത്തോടുകൂടി. ഇത് കാണിച്ചിരിക്കുന്ന പുകയില്ലാത്ത അടുപ്പുകൾ, അത് പണ്ട് മുതലേ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അറിയാം. അതൊക്കെ ഈ അനർട്ടുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അല്ലെങ്കിൽ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പലതരത്തിലുള്ള പരിശീലന പരിപാടികൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക് അവബോധം സൃഷ്ടിക്കത്തക്ക രീതിയിലുള്ള പരിശീലന പരിപാടികൾ അനർട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജൈവവാതകവുമായി ബന്ധപ്പെട്ട നേരത്തെ ഞാൻ കാണിച്ച ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വീടുകളിൽ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതിനുമുള്ള അവശിഷ്ടങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനങ്ങളും അനർട്ടിന്റെ സഹായത്തോടെ നടപ്പിലാക്കും. ഇതാണ് കേരളത്തിൽ ഇത് നടത്തുന്ന ഒരു സ്ഥാപനം എന്ന് നമുക്ക് പറയാം. ഇനി അവസാനമായിട്ട് കേരള സർവകലാശാല എന്താണ് ഇതിനകത്ത് ഉള്ള പങ്ക് എന്നാണ് പറയുക. കേരള സർവകലാശാല വഹിക്കുന്ന പങ്ക് എന്താണ്? യഥാർത്ഥത്തിൽ ഈ പുനർനിർമ്മിക്കാവുന്ന ഊർജ്ജോൽപാദന മേഖലയിൽ വളരെ സജീവമായുള്ള ഗവേഷണങ്ങൾ കേരള സർവകലാശാലയിൽ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഓപ്റ്റോ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ ഊർജതന്ത്ര വിഭാഗം, രസതന്ത്ര വിഭാഗം, ഇവിടെയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്നു. ഹൈഡ്രജൻ ഉൽപാദനം, അതുപോലെ സൗരോർജ സെല്ലുകളുടെ ഉൽപാദനം, ഇന്ധന സെല്ലുകളുടെ ഉൽപാദനം, എല്ലാം അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്ന സ്ഥലമാണ് കേരള സർവകലാശാല.
ഇനി കേരള സർവകലാശാലയിൽ ചില ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ കാര്യവട്ടം ക്യാമ്പസിൽ കൂടെ 2 വർഷം കഴിയുമ്പോൾ ഓടും എന്നുള്ളതാണ് ഒരു വിഷൻ, അല്ലെങ്കിൽ ഒരു 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 ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൗരോർജ്ജ സെല്ലും ഇന്ധന സെല്ലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന, വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംരംഭത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആദ്യ ഭാഗം സമർപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ കേരള സർവകലാശാലയിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ പുനർനിർമ്മിക്കാവുന്ന ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മിനിമം മാലിന്യം ഉണ്ടാകുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ മാലിന്യം അല്ലെങ്കിൽ വിഷവാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടി സർവകലാശാലയിൽ ഗവേഷണങ്ങൾ നടക്കുന്നു. അതിനെല്ലാവരുടെയും സഹായം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പുനർനിർമ്മിക്കാവുന്ന ഊർജ ഉൽപാദനം നടപ്പിലാക്കുവാൻ വേണ്ടി ഈ ലോകത്തെ, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തെ മാലിന്യമുക്തമാക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം എന്ന ഒരു ആഹ്വാനത്തോടുകൂടി ഞാൻ എൻ്റെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്.